വളരെ ചുരുക്കം ആളുകളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, എങ്ങനെ അത് നേരത്തെ തിരിച്ചറിയാം? കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലാണ് സാധാരണ ഈ അമീബ കാണാറുള്ളത്. ഞാൻ ഡോക്ടർ പ്രവീണ ഭാസ്കരൻ, അമൃത ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ധാരാളം പത്രങ്ങളിലും ടി വികളിലും എല്ലാം കാണുന്ന ഒരു വാർത്തയാണ്. ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾ, യുവാക്കളെല്ലാം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പല കേസുകളിലും മരണം വരെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, എങ്ങനെ അത് നേരത്തെ തിരിച്ചറിയാം, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് മസ്തിഷ്ക ജ്വരം അഥവാ മെനിഞ്ചൈറ്റിസ്? നമ്മുടെ ബ്രെയിൻ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന ഒരു തിന്നായിട്ടുള്ള ലെയറാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിൽ അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥയാണ് മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം. പല കാരണങ്ങൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് വരാം. സാധാരണയായി നമ്മൾ കാണുന്ന മെനിഞ്ചൈറ്റിസുകൾ ബാക്ടീരിയ മൂലം, വൈറസ് മൂലം, ട്യൂബർക്ലോസിസ്, TB ഇങ്ങനത്തെ അസുഖങ്ങൾ മൂലം മെനിഞ്ചൈറ്റിസ് സാധാരണ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസമാണ് അമീബ. അമീബിക് മസ്തിഷ്ക ജ്വരം താങ്ക്ഫുള്ളി എന്തുകൊണ്ടോ സാധാരണ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൻ്റെ അത്രയും തന്നെ സാധാരണയായി കാണുന്നതല്ല, വളരെ അപൂർവമായി കാണുന്നതാണ്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇത് മനുഷ്യരിലേക്ക് വരുന്നത്? ഈ അമീബ എന്ന് പറയുന്നത് പലതരം അമീബകൾ ലോകത്തുണ്ടെങ്കിലും അതിലൊരു 2-3 ഇനം മാത്രമേ മനുഷ്യരിൽ അസുഖം ഉണ്ടാക്കാറുള്ളൂ. ഈ അമീബ സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, കുളം, കുറച്ച് ഒഴുക്ക് കുറവുള്ള തോടുകൾ, കുളത്തിൽ അല്ലെങ്കിൽ പുഴകളിലും കാണാറുണ്ട്. ഫ്രഷ് വാട്ടർ, ഒരിക്കലും കടലിൽ കുളിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു റിസ്ക് ഇല്ല. ഫ്രഷ് വാട്ടർ കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലാണ് സാധാരണ ഈ അമീബ കാണാറുള്ളത്. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലം, ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതും ഈ അമീബ വളരാൻ, അമീബയുടെ ഗ്രോത്ത് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ്. അതും ഒരു കാരണമാകാം അതിൻ്റെ കേസുകൾ ഇപ്പോൾ കൂടുന്നത്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യർക്കിത് കിട്ടുന്നത്? സോ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, കുളത്തിലൊക്കെ കുളിക്കുന്ന, നേരെ ഡൈവ് ചെയ്യുക, ജമ്പ് ചെയ്യുക, കുളത്തിലോട്ട് നേരെ മുങ്ങിത്താഴുക, അങ്ങനെ മുങ്ങുമ്പോൾ ഈ വെള്ളം നമ്മുടെ മൂക്കിലോട്ട് കയറുമ്പോൾ മൂക്കിൽ കൂടിയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്നത്. മൂക്കിൽ നിന്ന് നേരെ ബ്രെയിനിലോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നത്. ഈ കുളത്തിൽ കുളിക്കുക മാത്രമല്ല, ചിലപ്പോൾ വീടുകളിലും നമ്മൾ സൈനസൈറ്റിസ് മുതലായ അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സൈനസ് വാഷ്, നേസൽ ഇറിഗേഷൻ, അങ്ങനെ നസ്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വെള്ളം മൂക്കിലടിച്ച് കയറ്റാറുണ്ട്. അത് നമ്മൾ അൺട്രീറ്റഡ് ടാപ്പ് വാട്ടർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, ബോയിൽഡ് വാട്ടർ അല്ല അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ അല്ല യൂസ് ചെയ്ത് ടാപ്പ് വാട്ടർ വെച്ചിട്ട് നേസൽ ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ കുട്ടികൾ വാട്ടർ തീം പാർക്ക്, പ്രോപ്പർലി ക്ലോറിനേറ്റഡ് അല്ലാത്ത സ്വിമ്മിംഗ് പൂളുകൾ, കുട്ടികൾ ടാപ്പ് ഹോസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം അടിച്ച് കളിക്കുക, അങ്ങനെ നേരെ മൂക്കിലേക്ക് വെള്ളം കയറി പോണ എന്ത് അവസ്ഥയിലും ഇതിൻ്റെ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് കുളത്തിൽ കുളിക്കണ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ഇതൊന്നും കാണണം എന്നില്ല. എന്നാൽ കൂടെ ചില കേസുകളിൽ യാതൊരു റിസ്ക് ഫാക്ടറും ഐഡൻറ്റിഫൈ ചെയ്യാതെ തന്നെ ചിലവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം, നമ്മൾ ഒരു ഷവറിൽ കുളിക്കുമ്പോൾ ആ വെള്ളം പ്രോപ്പർലി ക്ലോറിനേറ്റഡ് വെള്ളം അല്ലെങ്കിൽ അത് മൂക്കിൽ കയറിപ്പോയിട്ട് അങ്ങനെയാവാം അത് വരുന്നത്. സോ ഇങ്ങനെയാണ് അത് മനുഷ്യരിൽ രോഗം ഉണ്ടാക്കുന്നത്. പിന്നെ എന്ത് തരം രോഗമാണ്, എന്താണ് മെനിഞ്ചൈറ്റിസ്? അത് ഏത് ഓർഗാനിസം മൂലമുള്ള മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും മെനിഞ്ചൈറ്റിസിൻ്റെ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് പനി, തലവേദന, ഛർദി. ഇത് മൂന്നുമാണ് പ്രധാനമായി. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും വൈറൽ ആണെങ്കിലും അമീബിക് മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും പനി, തലവേദന, ഛർദി, ഇത് മൂന്നുമാണ് പ്രധാന സിംറ്റംസ്. പിന്നെ അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസിൻ്റെ പ്രത്യേകത മറ്റേതിനേക്കാൾ കൂടുതൽ സിവിയർ ആണ് അമീബിക് മെനിഞ്ചൈറ്റിസ്. പെട്ടെന്ന് നമുക്കൊരു എക്സ്പോഷർ ഉണ്ടായാൽ ഒരു ഏകദേശം ഒരാഴ്ച, മാക്സിമം 2 ആഴ്ചയ്ക്കുള്ളിൽ സിംറ്റംസ് വരും. സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ റാപ്പിഡ്ലി, വെരി പെട്ടെന്ന് തന്നെ അത് പ്രോഗ്രസ് ചെയ്യും. പനി, തലവേദന, ഛർദി തുടങ്ങി, പിന്നെ കുറച്ച് ബോധം മറയുന്നു, കുറച്ച് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാവുന്നു, മേ ബി ഫിറ്റ്സ് വരുന്നു, സീഷേഴ്സ് വരുന്നു. അങ്ങനെ നമ്മൾ
ഒരു അസുഖം തുടങ്ങി ഒരു വിത്തിനൊരു 3-4 ദിവസത്തിനകം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും മേ ബി ICUയിൽ അഡ്മിറ്റ് ആവുകയും വെന്റിലേറ്ററിലാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട് അമീബിക് മെനിങ്കോഎൻസെഫലൈറ്റിസ് വഴി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമൺ സിംറ്റംസ്. ഒരു ഇതിൽ നിന്ന് ഇത് അമീബ മൂലമാണ് എന്ന് ക്ലിനിക്കലി തിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമാണ്. അതിൻ്റെ ടെസ്റ്റുകൾ തന്നെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മെനിഞ്ചൈറ്റിസ് ആയിട്ട് ഏത് രോഗി അഡ്മിറ്റ് ആയാലും ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മളൊരു മെനിഞ്ചൈറ്റിസ് ആയിട്ട് അഡ്മിറ്റ് ആവുന്നു, നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ടെസ്റ്റുകളിൽ നമ്മളൊരു ബാക്ടീരിയയോ വൈറസിനെയോ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അമീബയ്ക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഇനി എന്താണ് ഇതിൻ്റെ ടെസ്റ്റ്? സാധാരണ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് വഴിയോ എന്തെങ്കിലും സ്കാനിങ് വഴിയോ ഒന്നും കൃത്യമായി ഇത് അറിയാൻ പറ്റില്ല. ഒരു തലയുടെ CT സ്കാനോ MRIയോ എടുത്താൽ മെനിഞ്ചൈറ്റിസിൻ്റെ എവിഡൻസ് ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അത് ഏത് ഓർഗനിസം മൂലമുള്ള മെനിഞ്ചൈറ്റിസ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്പൈനൽ ടാപ്പ് അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കൂടെ നമ്മൾ ആ ബ്രെയിൻ ഫ്ലൂയിഡ് എടുത്തിട്ട് വേണം നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ആ ഫ്ലൂയിഡ് നമ്മൾ സാധാരണ ടെസ്റ്റുകൾക്ക് ഉപരിയായിട്ട് നമ്മൾ കൃത്യമായി അമീബയ്ക്ക് വേണ്ടിയുള്ള ടെസ്റ്റും കൂടി ഓർഡർ ചെയ്താലേ നമുക്കത് തിരിച്ചറിയാനാവുള്ളൂ. അപ്പോൾ നമ്മൾ രോഗി വരുമ്പം അത് മെനിഞ്ചൈറ്റിസ് ആണെന്ന് അറിഞ്ഞാലുടൻ നമ്മൾ അമീബ സസ്പെക്റ്റ് ചെയ്യണം. ആ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി സസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. സാധാരണ മൈക്രോസ്കോപ്പിനുള്ളിലൂടെ നോക്കി അമീബ കണ്ടുപിടിക്കുന്നത് സാധാരണ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും ലഭ്യമാണ്. എന്നാൽ PCR ടെസ്റ്റ്, അതാണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ടെസ്റ്റ്. ആ ടെസ്റ്റ് ചുരുക്കം ചില ലാബുകളിലേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ സ്പൈനൽ ടാപ്പ് ചെയ്ത് സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുക്കുക, അത് മൈക്രോബയോളജി ലാബിൽ അയച്ച് മൈക്രോബയോളജിസ്റ്റിനോട് പ്രത്യേകം പറഞ്ഞ് മൈക്രോസ്കോപ്പിനടിയിലൂടെ നോക്കുക. അത് കൂടാതെ PCR ടെസ്റ്റും കൂടെ ചെയ്താലാണ് നമുക്കിതിൻ്റെ ഡയഗ്നോസിസ് ആവുക. അതിനുശേഷം ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ഹിസ്റ്റോറിക്കലി മുമ്പെല്ലാം ഈ പ്രൈമറി അമീബിക് മെനിങ്കോഎൻസെഫലൈറ്റിസ് എന്ന അസുഖം വന്ന് വളരെ ചുരുക്കം ആളുകളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് റാപ്പിഡ്ലി പ്രോഗ്രസ്സിങ് ആയതുകൊണ്ട് അത് ഡയഗ്നോസ് ചെയ്യാനും അതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകാനുമുള്ള സമയം അധികം കിട്ടാറില്ല. പിന്നെ ഇതിനൊരു സാധാരണ ഇപ്പോൾ ഒരു ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് അല്ലെങ്കിൽ TB മെനിഞ്ചൈറ്റിസിനൊക്കെ വ്യക്തമായ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഉള്ളതുപോലെ ഈ അമീബിക് മെനിങ്കോഎൻസെഫലൈറ്റിസിന് ഒരു കൃത്യമായ ചികിത്സ ഇതുവരെ ഡെഫിനറ്റായിട്ട് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല. മുമ്പ് സർവൈവ് ചെയ്ത പേഷ്യൻസിന് എന്താണോ കൊടുത്തത് ആ ഒരു കോക്ടെയിൽ ഓഫ് മരുന്നുകൾ തന്നെയാണ് നമ്മൾ വീണ്ടും ഇത് വരുമ്പോൾ പരീക്ഷിക്കുന്നത്. അതൊരു നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ വർഷം തന്നെ കേരളത്തിലൊരു 40ഓളം അമീബിക് മെനിങ്കോഎൻസെഫലൈറ്റിസ് കേസുകൾ ഡയഗ്നോസ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ വർഷവും ഏകദേശം 40ഓളം കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കേരളത്തിൽ ഈ ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് നേരത്തെ ഡയഗ്നോസിസ് ആവുകയും ഒരുപാട് പേരെ മരുന്നിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഹോപ്പ്ഫുൾ കാര്യം തന്നെയാണ്. ഡയഗ്നോസിസിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും പ്രൈവറ്റ് തലത്തിലാണെങ്കിലും ഒരുപാട് ഈ ഒരു കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് പുരോഗമിച്ചിട്ടുണ്ട്. അതുപോലെ ചില മരുന്നുകൾ പുറം രാജ്യങ്ങളിൽ മാത്രമുള്ള ചില മരുന്നുകൾ ഗവൺമെൻറ് സഹായത്തോടെ ഇമ്പോർട്ട് ചെയ്യുകയും അത് അവൈലബിൾ ആക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ അമീബിക് മെനിങ്കോഎൻസെഫലൈറ്റിസ് പണ്ടത്തെ പോലെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരണം സംഭവിക്കും എന്നുള്ളൊരു ഡിസീസ് അല്ലാതെ ഇപ്പോൾ ഒരുപാട് പേര് മരുന്നുകൾ കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം, എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞ പോലെ കുളത്തിൽ കുളിക്കുക, പുഴയിൽ കുളിക്കുക, തോട്ടിൽ കുളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഒരു കണ്ടാമിനേറ്റഡ് കുളമാണ് എന്ന് അവിടെ കുളിച്ച് ആരെങ്കിലും അസുഖം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോവാതിരിക്കുക, കുളിക്കാതിരിക്കുക. ഇനി നമ്മളിപ്പോൾ സ്വിമ്മിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും കുളിക്കാനോ ഒക്കെ പുഴയിൽ പോവുകയാണെങ്കിൽ ഈ നോസ് ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ജമ്പ് ചെയ്യോ ഡൈവ് ചെയ്യോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് നേരെ വെള്ളം പോവാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജമ്പ് ഡൈവ് ചെയ്യണ സമയത്ത് നമുക്ക് കൈകൊണ്ട് വിരലുകൾ കൊണ്ട് മൂക്ക് അടച്ചു പിടിക്കുന്നത് നേരെ മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ സൈനസൈറ്റിസിനൊക്കെ നേസൽ ഇറിഗേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും നേരെ ടാപ്പ് വാട്ടർ എടുത്ത് നമ്മളത് ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ 1 മിനിറ്റ് തിളപ്പിച്ചിട്ട് വെള്ളം 1 മിനിറ്റോളം തിളപ്പിച്ചിട്ട് ചൂടാറ്റിയതിന് ശേഷം അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നല്ലൊരു വാട്ടർ ഫിൽറ്ററിൽ ഉള്ള വെള്ളം തന്നെ ഉപയോഗിക്കുക.
പിന്നെ ഉള്ളത് നമ്മൾ കുടിക്കണ വെള്ളമാണെങ്കിലും കുളിക്കണ വെള്ളമാണെങ്കിലും ക്ലോറിനേഷൻ ഉറപ്പ് വരുത്തുക. വാട്ടർ തീം പാർക്കുകളിലും സ്വിമ്മിംഗ് പൂളിലും എല്ലാം വെള്ളം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നല്ലോണം ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. നല്ല പ്രോപ്പർലി ക്ലോറിനേറ്റഡ് വെള്ളത്തിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രിവെൻഷനായിട്ട് ചെയ്യാൻ പറ്റുക.